ഹലോ, ഞാൻ ജാനകിയാണ്. നമ്മൾ കുറെ നാളായാലും ഒരു വീഡിയോ കേട്ടിട്ട് ഇന്നെന്തായാലും നമുക്കൊരു കുക്കിംഗ് വീഡിയോ എടുത്താലോ. ഞാൻ ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. വൈറ്റ് റൈസിന്റെ കൂടെയും ചപ്പാത്തിന്റെയും കൂടെ ഒക്കെ ഒരു ഉഗ്രൻ കോമ്പിനേഷൻ ആണിത്. പംകിൻ ഭർത്ത, അതായത് കദ്ദൂക്ക ഭർത്ത. ഇത് ആക്ച്വലി കറി അല്ല കേട്ടോ, ഇതൊരു പംകിൻ റോസ്റ്റ് ആണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പംകിൻ, സവാള, ഗാർലിക്, റെഡ് ചില്ലി. അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വെജിറ്റബിൾ ഓയിലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കാം. ജീരകം പൊട്ടിയതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച മത്തങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കിലോ മത്തങ്ങ ഉണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മത്തങ്ങ നല്ലോണം ബ്രൗൺ ആണ് വരെയും ഫ്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ ഫ്രൈ ചെയ്തിരിക്കുന്ന ഇത്തിരി കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇത്തിരിയും കൂടി ഫ്രൈ ചെയ്തോ, നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരണം മത്തങ്ങ കേട്ടോ. അത് കഴിഞ്ഞ് നല്ലോണം മാഷ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ സെയിം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി നല്ലോണം ഫ്രൈ ചെയ്യണം. നമ്മളിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് ഹീറിൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു ദിവസം ഹീറിൽ ലഞ്ചിന് കൊണ്ടുവന്നപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പം ഞാൻ റെസിപ്പി ചോദിച്ച് മേടിച്ചാണ്. നമ്മൾ സെയിം റെസിപ്പി അല്ല ഫോളോ ചെയ്യണത്, പക്ഷെ എന്നാലും ഏകദേശം സെയിം ആണ് കേട്ടോ. ഇനി നമ്മൾ സെയിം പാനിലേക്ക് 5 ഉണക്ക മുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. പിന്നെ എൻ്റെ സെയിം പാനിലേക്ക് നമ്മൾ 2 സ്ലൈസ് ചെയ്ത് സവാള ഇട്ടിട്ട് നല്ലോണം ബ്രൗൺ ആണ് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി സവാള ഫ്രൈ ആയതും നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മുടെ ഫ്രൈഡ് റെഡ് ചില്ലിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ക്രഷ് ചെയ്യണം. നമ്മുടെ ഗാർലിക്കും അതേമാതിരി തന്നെ ക്രഷ് ചെയ്താൽ. ഇനി ഇതെല്ലാം ലാസ്റ്റ് മിക്സ് ചെയ്ത് ഒരു ചമ്മന്തി പരിവാവണം. നമ്മുടെ സവാള ഉടയ്ക്കണ്ട കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുകയാണ് ടേസ്റ്റ്. അപ്പോൾ അത് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. ലാസ്റ്റ് ഇത്തിരി മല്ലിത്തയും കൂടി ഇട്ടിട്ട് നമ്മുടെ പംകിൻ ഭർത്ത ഇവിടെ റെഡി. ഇപ്പം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പം ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത്തിരി പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ ഇത്തിരി ലെമണും കൂടി സ്ക്വീസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഭർത്തയുടെ കൂടെ കഴിക്കാൻ ചപ്പാത്തി ഉണ്ടാക്കിയാലോ. ഇതേ അമ്മ 4 മടക്കിയിട്ടാണ്ടോ ചപ്പാത്തി ഉണ്ടാക്കാറ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും നമുക്കിനി നമ്മുടെ ചപ്പാത്തി പംകിൻ ഭർത്തയും ടേസ്റ്റ് ചെയ്താലോ. ഉഗ്രൻ, സൂപ്പർ. ഈ പംകിൻ ഭർത്തയുടെ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തോട്ടോ. ഉഗ്രൻ ടേസ്റ്റ് ആണ്. താങ്ക് യു രുചി ആൻറ്റി ഫോർ ദിസ് വണ്ടർഫുൾ റെസിപ്പി. എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.